രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. താടക സംഹരിക്കപ്പെട്ടതോടുകൂടിയിട്ട് ആ പ്രദേശത്തിന്റെ ആ വനത്തിന്റെ അമംഗളം തീർന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് വസിക്കാം. സുപ്രഭാതേ, നാളെ പുലരിയാകുമ്പോഴേക്കും ഗമിഷ്യാമ തദാശ്രമപദം മമ. ഇവിടെ നിന്നിട്ട് നമുക്ക് യാത്ര പുറപ്പെട്ടിട്ട് എന്റെ ആ ആശ്രമപദത്തില് നാളെ തന്നെ നമുക്ക് എത്തിച്ചേരാം. ആ ആശ്രമം സിദ്ധാശ്രമമാണ്. വിശ്വാമിത്രൻ ഇങ്ങനെ ആ ബാലകന്മാരോട് പറഞ്ഞപ്പോഴേക്കും കൃഷ്ണോ ദശരഥാത്മജ, ദശരഥന്റെ പുത്രൻ രാമൻ വളരെയേറെ സന്തോഷിച്ചു. ലക്ഷ്മണൻ വളരെയേറെ സന്തോഷിച്ചു. ഉവാസ രജനീം തത്ര താടകായാവനേ സുഖം. അന്ന് ആ രാത്രിയില് ഗുരുനാഥനോടൊപ്പം ആ രണ്ടു കുട്ടികളും ആ താടകാവനത്തില് സുഖമായി വസിച്ചു. തുടർന്നാണ് യാഗരക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്. അന്ന് രാത്രി കഴിഞ്ഞു. അടുത്ത പുലരി വന്നു ചേർന്നു. വിശ്വാമിത്ര മഹർഷി ആ രണ്ട് ബാലകന്മാരോടുമൊപ്പം അവിടെ നിന്നിട്ട് പുറപ്പെടാൻ തുടങ്ങുകയാണ്. കാട്ടിൽ കൂടിയാണ് ആ യാത്ര. അതിനിടയ്ക്ക് പവിത്രമായ ഒരു ദേശത്ത് നിന്നുകൊണ്ട് വിശ്വാമിത്രൻ രാമന് ദിവ്യാസ്ത്രങ്ങളെല്ലാം നൽകുന്നത് നമുക്ക് 27ാമത്തെ സർഗത്തിൽ കേൾക്കാം. വിശ്വാമിത്രൻ പറഞ്ഞു, അല്ലയോ രാമ, ദേവന്മാര് ഈ ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സംഭരിച്ചു വച്ചിരിക്കുന്ന ആ ദിവ്യായുധങ്ങൾ എല്ലാം തന്നെ എനിക്ക് വശകമാണ്. അവയെല്ലാം ഞാൻ ഇപ്പോൾ രാമ നിനക്ക് വേണ്ടി തരുന്നുണ്ട്. ശത്രു സംഹാരത്തിന്, രാക്ഷസ നിഗ്രഹത്തിന് ഉപകരിക്കുന്നവയാണ് അവയെല്ലാം. ദണ്ഡചക്രം മഹദ്ദിവ്യം തവ ദാസ്യാമി രാഘവ. ദിവ്യമായിരിക്കുന്ന ദണ്ഡചക്രത്തെ അല്ലയോ രാമ ഞാൻ നിനക്ക് തരും. ധർമ്മചക്രം തഥോ വീര കാലചക്രം തഥൈവച. നിനക്ക് ഞാൻ ധർമ്മചക്രം തരും, കാലചക്രം തരും, വിഷ്ണുചക്രം തരും, ഐന്ദ്രചക്രം തരും, വജ്രമസ്ത്രം തരും. ഇങ്ങനെ വിവിധങ്ങളായ ദിവ്യാസ്ത്രങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവ ഓരോന്നോരോന്നായിട്ട് ശ്രീരാമചന്ദ്രന് വിശ്വാമിത്രന് നൽകുന്നത് നമ്മൾ അവിടെ കാണും. ശ്രേഷ്ഠമായിരിക്കുന്ന ശൈവമായ ശൂലം, അതേപോലെ ബ്രഹ്മശിരസ് എന്നു പേരായ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അസ്ത്രം, ഐഷീകം എന്ന അസ്ത്രം, അതേപോലെ ബ്രഹ്മാസ്ത്രം, പവിത്രങ്ങളായിരിക്കുന്ന 2 ഗദകൾ, ഇങ്ങനെ അനേകം ദിവ്യായുധങ്ങൾ ഒന്നൊന്നായിട്ട് വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനും നൽകി അവരെ അനുഗ്രഹിക്കുന്നത് നമുക്ക് ഈ സർഗത്തിൽ 27ാമത് സർഗത്തിൽ കാണാം. അത് കഴിഞ്ഞ് അവരെല്ലാവരും ആ കാനനത്തിലൂടെ നടന്ന് സിദ്ധാശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നു. അത് 29ാമത് സർഗത്തില് നാം നേരിട്ട് കാണുന്നു. സിദ്ധാശ്രമത്തിലെത്തി അവിടെയാണ് യാഗം രക്ഷിക്കേണ്ടത്. വിശ്വാമിത്രന്റെ ശിഷ്യന്മാരായിട്ടുള്ളവരെല്ലാവരും യാഗത്തിന് വേണ്ടുന്നതായ സർവ സന്നാഹങ്ങളും ഒരുക്കി മഹർഷിയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കാണ്. രാമലക്ഷ്മണന്മാരോടൊപ്പം മഹർഷി അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം യജ്ഞ കർമ്മങ്ങളിൽ ആരംഭിച്ചു. ഇനി 7 പകലുകളും 7 രാത്രിയും, അത്രയും കൊണ്ട് യജ്ഞം പൂർണ്ണമായി തീരും. വിശ്വാമിത്ര മഹർഷി യജ്ഞദീക്ഷിതനായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു,
നിങ്ങൾ രണ്ടുപേരും ഈ യജ്ഞത്തെ സമ്പൂർണമായും നടത്താനുള്ള അവസരമൊരുക്കാനായിട്ട് സന്നദ്ധരായി നിൽക്കുക. ഏത് നിമിഷവും മാരീച സുബാഹുക്കള് അവരുടെ സൈന്യത്തോടൊപ്പം ഇവിടെ എത്തിച്ചേരും, ഈ യജ്ഞഭൂമിയെ അപവിത്രമാക്കുന്നതിന് വേണ്ടിയിട്ട്. അവർ രക്തം മുകളിൽ നിന്ന് ചൊരിയും, മാംസഖണ്ഡങ്ങൾ മുകളിൽ നിന്ന് ചൊരിയും. അതിനനുവദിക്കാതെ അല്ലയോ രാമ, അല്ലയോ ലക്ഷ്മണ, നിങ്ങൾ അവരെ സംഹരിച്ചാലും. പറഞ്ഞതുപോലെ തന്നെ മാരീചനും സുബാഹുവും വലിയ സൈനിക സംഘത്തോടൊപ്പം ആകാശത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ അവരാഗ്രഹിച്ചതുപോലെ യാതൊന്നും തന്നെ ചെയ്യാനായില്ല. അവരെ തേടി രാമലക്ഷ്മണന്മാരുടെ അതിശക്തങ്ങളായിരിക്കുന്ന അമ്പുകൾ അവരുടെ നേരെ പാഞ്ഞു ചെന്നു. ആ അമ്പുകളേറ്റ് സുബാഹു മരിച്ചു വീണു, രാക്ഷസന്മാര് എല്ലാവരും മരിച്ചു വീണു. മാരീചൻ രാമനെ തന്നെ ശരണം പ്രാപിച്ചു. അതുകൊണ്ട് മാത്രം മാരീചന് രക്ഷപ്പെടാനുള്ളതായ അവസരം രാമൻ നൽകി. അങ്ങനെ സഹത്വ രാക്ഷസാൻ സർവാൻ യജ്ഞഘ്നാൻ രഘുനന്ദന, രഘുവിന്റെ പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ യജ്ഞവിഘ്നകാരികളായിരിക്കുന്ന ആ രാക്ഷസന്മാരെ മുഴുവൻ സംഹരിച്ചിട്ട് ഋഷിഭി പൂജിത തത്ര, അവിടെ വിശ്വാമിത്രന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആ ഋഷിമാരാല് പൂജിക്കപ്പെട്ടവരായിട്ട് അവിടെ അവര് വസിച്ചു. എങ്ങനെ ദേവലോകത്തിലെ ഇന്ദ്രൻ വസിക്കുന്നത് പോലെ രാമലക്ഷ്മണന്മാര് അവിടെ വസിച്ചു. യജ്ഞത്തിന് ഇനി വിഘ്നമുണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. യജ്ഞത്തെ സംരക്ഷിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ നിൽക്കുന്നു, രാമലക്ഷ്മണന്മാർ തന്നെ നിൽക്കുന്നു. അങ്ങനെ ആ യജ്ഞം സമ്പൂർണമായി തീർന്നു. വിശ്വാമിത്ര മഹർഷി വളരെയേറെ സന്തോഷിച്ചു. വിശ്വാമിത്രൻ യജ്ഞം സമ്പൂർണമാക്കിയതിനു ശേഷം എല്ലായിടവും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു നോക്കി. നിരീതിക ദിശോ ദൃഷ്ട്വ കാകുത്സ്ഥം ഇതമബ്രവീത്, എല്ലാ ദിക്കുകളിലേക്കും വിശ്വാമിത്രൻ തന്റെ സൂക്ഷ്മമായിരിക്കുന്ന ദൃഷ്ടി പായിച്ചു, നോട്ടം പായിച്ചു. അവിടെ എങ്ങും തന്നെ ഈ യജ്ഞത്തിന് വിഘ്നകാരികളായിരിക്കുന്ന ആരുടെയും ഒരു അംശം പോലും കാണപ്പെട്ടില്ല. അവരുടെ സഹായികളായിരിക്കുന്ന ക്ഷുദ്ര ശക്തികളുടെ സാന്നിധ്യവും അവിടെ എങ്ങുമില്ല. അങ്ങേയറ്റം പ്രസന്നം, അങ്ങേയറ്റം ശുഭകരം. അത് കണ്ടിട്ട് സന്തോഷത്തോടുകൂടി വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു, കൃതാർത്ഥോസ്മി മഹാബാഹോ കൃതം ഗുരുവചസ്ത്വയ. അല്ലയോ മഹാബാഹുവായിരിക്കുന്ന രാമ, മാരീചനെയും സുബാഹുവിനെയും എല്ലാം പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്താൻ, അതിൽ സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും നിഗ്രഹിക്കാൻ മാരീചനെ നിഗ്രഹിക്കാൻ സാധിക്കുമായിരുന്നു. ശരണം പ്രാപിച്ചതുകൊണ്ട് അയാളെ ഇനി മേലിൽ ഈ രീതിയിൽ ആരുടെയും യജ്ഞം മുടക്കരുത്, ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ളതായ നിർദ്ദേശത്തോടുകൂടി ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കില്ല എന്ന് അയാള് രാമനോട് രാമന്റെ പാദം ഗ്രഹിച്ച് ഏറ്റുപറഞ്ഞു. അങ്ങനെ ആ മാരീചനെ മാത്രം ജീവനോടുകൂടി തിരിച്ചയച്ചു. ഇങ്ങനെ യജ്ഞവിഘ്നകാരികളെയെല്ലാം സംഹരിക്കുന്നതിലൂടെ, അല്ലയോ രാമ, നീ ഗുരുവിന്റെ വാക്കിനെ പരിപൂർണമായും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ആശ്രമത്തിന്റെ പേരും അർത്ഥവത്തായി കഴിഞ്ഞിരിക്കുന്നു. സിദ്ധാശ്രമം എന്നാണ് ഈ ആശ്രമത്തിന്റെ പേര്. അത് ഇതാ അർത്ഥവത്തായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ രാമനെ വിശ്വാമിത്രൻ പ്രശംസിച്ചുകൊണ്ട്, ലക്ഷ്മണകുമാരനെ പ്രശംസിച്ചുകൊണ്ട് എല്ലാ തപസ്വിമാരോടുമൊപ്പം ആ രാത്രിയില് അവിടെ അവർ വസിച്ചു. തുടർന്ന് അടുത്ത പുലരി. ഈ അവസരത്തിൽ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് അനേകം ശാസ്ത്രങ്ങളും പൗരാണിക കഥകളും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ഈ കഥകളെല്ലാം ശാസ്ത്രം വളരെ ഭംഗിയായിട്ട് ഉറപ്പോടുകൂടിയിട്ട് മനസ്സിലാക്കാൻ ലക്ഷ്യമാക്കിയിട്ടുള്ളവയാണ്. അങ്ങനെ വിശ്വാമിത്രന്റെ ആ വാക്കുകളെല്ലാം കേട്ട്
ധർമ്മത്തിന്റെ സൂക്ഷ്മതലങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ബാലകന്മാരവിടെ കഴിഞ്ഞു. തുടർന്ന് വിശ്വാമിത്രൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്നിട്ട് നേരെ മിഥിലയിലേക്ക് പോകണം. അത് ജനക മഹാരാജാവ് ഭരിക്കുന്ന നാടാണ്. അദ്ദേഹം പരമധാർമ്മികനാണ്, അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെ ജനകന് വിദേഹൻ എന്ന പ്രശസ്തിയുണ്ട്. ശരീരാഭിമാനം ഇല്ലാത്തവൻ എന്നാണ് ആ ശബ്ദത്തിന്റെ അർത്ഥം. വിദേഹൻ എന്നുവെച്ചാൽ ശരീരമില്ലാത്തവൻ. ശരീരം ഇല്ലാതെ മനുഷ്യനുണ്ടാകുമോ? ഇല്ല. അപ്പോൾ ശരീരമില്ലാത്തവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ ശരീരമാണ് എന്നുള്ള വിചാരമില്ലാത്തവൻ. അതാണ് വിദേഹ ശബ്ദത്തിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ രാജധാനിയിലേക്ക് നമുക്ക് അവിടെ പോകണം. അവിടെ ശിവന്റെ വില്ലിരിപ്പുണ്ട്. ത്രയംബകം, പവിത്രമായിരിക്കുന്ന ആ വില്ല് അല്ലയോ രാമ നീ കാണണം. നമുക്കവിടെ പോകാം, വിദേഹനെ ദർശിക്കാം, ആ വില്ലിനെ ദർശിക്കാം, ആ വില്ലിനെ വന്ദിക്കാം. അതുകൊണ്ട് ഇനി നാം അങ്ങോട്ട് യാത്ര ചെയ്യുക തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് ബാലകന്മാരെയും കൂട്ടിക്കൊണ്ട് വിശ്വാമിത്രൻ കാട്ടിലൂടി വളരെ വേഗത്തില് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ആ യാത്ര കാനനത്തിലൂടി പുരോഗമിക്കുമ്പോഴേക്കും ക്രമേണ കാനനത്തിന്റെ രൂപം മാറി 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 വരുന്നത് രാമൻ ശ്രദ്ധിച്ചു. പോകുന്ന വഴിക്ക് അനേകം സ്ഥലങ്ങൾ, അനേകം നദികൾ, ഇതെല്ലാം കടന്നാണ് ആ യാത്ര വിദേഹത്തേക്ക് എത്തിച്ചേരുന്നത്. കാട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരിടത്ത് വളരെ മനോഹരമായ ദിവ്യമായിരിക്കുന്ന ഒരു കാനന ഭാഗം രാമൻ ദർശിച്ചു. രാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, എന്താണ് ഈ കാനനത്തിന്റെ പ്രത്യേകത? ഇത് പുണ്യമയമാണ് എന്ന് തോന്നുന്നുവല്ലോ. അങ്ങ് ഈ കാനനത്തിന്റെ ചരിത്രം അത് പറഞ്ഞു തരണം. ഇതെനിക്ക് തപോവനമെന്ന് എന്റെ മനസ്സ് എന്നോട് മന്ത്രിക്കുന്നു. വിശ്വാമിത്രൻ ആ സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഗൗതമ മഹർഷിയുടെ ആശ്രമമിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിന് വളരെയേറെ ദിവ്യതയുണ്ട്. ഗൗതമന്റെ ആ തപോബലത്താൽ ആ കാനനം മുഴുവൻ അങ്ങേയറ്റം ദേവലോകത്തെക്കാളും ഐശ്വര്യമയമായിട്ട് ശോഭിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരാണ് അഹല്യ. കഠിനമായ തപസ്സില് ഗൗതമൻ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അഹല്യാമാതാവും അങ്ങനെ തന്നെ. എല്ലാ ദിവസവും അദ്ദേഹം നദിയിൽ സ്നാനത്തിന് പോകും. പോയിട്ട് അദ്ദേഹം മടങ്ങി വരും രാവിലെ തന്നെ. എന്നിട്ട് അദ്ദേഹം തന്റെ വിധിപ്രകാരമുള്ള താപസ കർമ്മങ്ങളിൽ ഏർപ്പെടും. അഹല്യയുടെ സൗന്ദര്യം ദേവരാജാവായ ഇന്ദ്രന് മോഹകാരണമായി തീർന്നു. ഏത് പ്രകാരത്തിലും അവളെ പ്രാപിക്കണമെന്നുള്ള മോഹമുണ്ടായ അയാൾ അഹല്യയെ വഞ്ചിച്ചു. ഗൗതമ ഋഷിയെയും വഞ്ചിച്ചു. അതിന്റെ ഫലം ഗൗതമന്റെ കോപമായിരുന്നു. ഇന്ദ്രൻ ചെയ്തതായ വഞ്ചന ഗൗതമൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഇന്ദ്രനെ ശപിച്ചു. തഥാ ശപ്തവാച വൈ ശക്രം. ശക്രനെ, ഇന്ദ്രനെ ഗൗതമ ഋഷി ശപിച്ചു.